എനിക്ക് ദിവസവും ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. എന്നെങ്കിലും കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോ നിങ്ങളെല്ലാം നേരിൽ കാണാമല്ലോ. അവനിപ്പോഴെവിടെയുണ്ട്? ആ കല്യാണം നടക്കരുത്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ആ കല്യാണം നടക്കൂല. കഥാപ്രസംഗം എന്ന കലയിലൂടെ വളരുവാനും മനുഷ്യന്റെ വേദനയുടെ കഥ പറയുവാനും എന്നെ പ്രചോദിപ്പിച്ചത് രവീന്ദ്രനായിരുന്നു. ഒരു ഹരിജൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് തീർപ്പൊന്നുമില്ല. പക്ഷേ ഉഷയെ വിവാഹം കഴിക്കാൻ പോകുന്ന സുരേഷിന്റെ കുടുംബക്കാർ ഈ ബന്ധത്തെ അനുകൂലിച്ചെന്ന് വരില്ല. സിനിമ ഇഷ്ടായോ? ശാരദയ്ക്ക് പാട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ? പാടാൻ അറിയണം. ബഹുമാന്യരായ എന്റെ നാട്ടുകാർ, തികച്ചും സമ്മിശ്രമായ വികാരങ്ങളോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഒറ്റയ്ക്കാണോ? അതെ. എനി പ്രസന്റേഷൻ? ഐ ആം സോറി. ഒന്ന് ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കേട്ടോ. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നമസ്കാരം. വിടാനാ പറഞ്ഞത്. എന്റെ മോളെ പറ്റി വെറുതെ ഒന്നും പറയാനുള്ള ചങ്കൂറ്റി കടാപ്പുറത്ത് ആർക്കും ഉണ്ടാവില്ലടി. പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിലെന്തേലും നേരും ഉണ്ടാവും. സിന്ധുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ വെറുക്കരുത്. അതെന്താടോ താനങ്ങനെ അറുത്തു മുറിച്ച പോലെ പറഞ്ഞു കളഞ്ഞത്? അത് താൻ കലക്കി.